എന്തായാലും ഇവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടാൻ സാധിക്കും. വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനോട് വെച്ച് തന്നെ കാണാൻ സാധിക്കും. തിരക്കില്ലെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് മാറി സംസാരിക്കാം. പൂര നടത്തത്തിന്റെ ഭാഗമായിട്ട് കാണാൻ ശരത്തും ഗീതാമ്മയാണ് എൻ്റെ കൂടെയുള്ളത്. ഇപ്പോൾ ഇതിനകം നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും ആരാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബുള്ളറ്റിൽ ഹിമാലയത്തിലേക്ക് പോയ അമ്മയുടെയും മകൻ്റെയും കഥ നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് ഒക്കെ ഇവർ വളരെ സുപരിചിതരാണ് കേരളീയ സമൂഹത്തിന് മാത്രമല്ല അതിന് പുറത്തും. സെലിബ്രിറ്റികളെക്കാൾ വലിയ സെലിബ്രിറ്റികളാണ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ്. അത് വിനയം കൊണ്ട് ശരത്ത് പറയണം. പിന്നെ അമ്മേ സുഖല്ലേ? ഇപ്പൊ യാത്രകളൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. എവിടെയെങ്കിലും പോയിരുന്നു ഒന്നും നടന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഇനി ഓണായി വരുമ്പോൾ പതുക്കെ വീണ്ടും കയറും. എല്ലാം എന്താ പറയാ, വീണ്ടും ട്രക്കിൽ കയറുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം പോവാ. ഇനി ഈ പോസിറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് പേടിയാണ് എല്ലാവർക്കും. കാരണം അവൻ പെട്ടു ആളായിട്ട് അർത്ഥം കൊറോണ വന്നു എന്നാണ്. പക്ഷെ ഈ പൂരപ്പറമ്പ് നമുക്ക് തരുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ലോകത്തെ എവിടെ പോയിട്ട് എവിടെയും കിട്ടില്ല അല്ലേ? ഇവിടെ നിന്നാണ് നിങ്ങളുടെ യാത്രകൾ മുഴുവൻ എല്ലാം തുടങ്ങുന്നത് അവസാനിക്കുന്നത് ഇവിടുന്ന്. എല്ലാം പൂരപ്പറമ്പ് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് എത്രത്തോളം ഈ യാത്രകൾക്ക് രോമങ്ങൾ എഴുതിയിട്ടില്ല. എന്റെയൊക്കെ ഒരു 5-6 വയസ്സ് തൊട്ടുള്ള ഓർമ്മകൾ ധാരാളം ഇല്ല. പണ്ടൊന്നും കാറ് ആ സൗകര്യങ്ങളൊന്നുമില്ല. ബസ്സിൽ പടിഞ്ഞാറെ കൊട്ടനോടെ വന്ന് ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് അച്ഛനും മക്കളും കൂടി അമ്മയും മക്കളും എല്ലാം കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. പൂരം വഴിയിൽ പലഹാരങ്ങളും കളി സാമാനങ്ങളും ഇതിനൊക്കെ. അപ്പോൾ പറയും തിരിച്ചു പോകുമ്പോൾ വാങ്ങാം കേട്ടോ എന്ന് പറഞ്ഞു. ആ ഏറ്റവും മുതലുള്ള പൂരം അതാണ്. പിന്നെ ഓരോ വർഷങ്ങളുടെ വ്യത്യാസമാണെങ്കിലും നമ്മൾ പറഞ്ഞു നിൽക്കുന്ന പൂരം ബുദ്ധിമുട്ടുകളുടെ പൂരങ്ങളായിരുന്നു. അന്നത്തെ പൂരാണോ ഇന്നത്തെ പൂരാണോ ഒക്കെയാണ്? ഒക്കെ ഒരുപോലെയാണെങ്കിലും നമ്മളുടെ പ്രായങ്ങളുടെ വ്യത്യാസം കൊണ്ട് എനിക്കിപ്പോഴും ആ പൂരങ്ങളുടെയും ആ വെടിക്കെട്ടുകളുടെയും ദിവസമാണ് പറഞ്ഞത്. അത് ഈ പണ്ട് 10ാം ക്ലാസ് പഠിച്ച ആൾക്കാർ പറയില്ല, ഞങ്ങളുടെ 10ാം ക്ലാസ് ഒക്കെ ഭയങ്കര സംഭവം എന്ന് പറയില്ല. അതിന് ശേഷം വെടിക്കെട്ട് ഭയങ്കര സംഭവം ശബ്ദമൊക്കെ പറഞ്ഞു. അന്നത്തെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞങ്ങളിവിടെ CMSന്റെ മുകളിലിരുത്തിയിട്ട് അച്ഛൻ ഞങ്ങൾക്ക് വെടിക്കെട്ട് കാണിച്ചു തരാം. അത് ചെറുപ്പം തൊട്ട് തൃശ്ശൂർക്കാരുടെ മുഴുവൻ ഹാരാണ് ഈ വെടിക്കെട്ടും കുടമാറ്റും. ഇവിടെ ചെല്ലിനോടുകൂടി ഞങ്ങൾ കയറി. അന്നുള്ള കെട്ടിടങ്ങൾ ഇന്നും നിലനിൽക്കുന്ന സ്കൂളിന്റെ കാര്യം, CMSന്റെ അവിടെ ദേവസ്വം ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ രാംരാജ് ബിൽഡിംഗ് ഉണ്ട്, സ്കൈലോഡ് ബിൽഡിംഗ് ഉണ്ട്, സ്കൈലോഡിൽ എനിക്ക് അമ്മ 6-7 വയസ്സിലൊക്കെ ഉള്ള ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ വെടിക്കെട്ടിങ്ങനെ അടുത്ത് കേൾക്കുന്നത് ഹരല്ലേ നമ്മുടെ നെഞ്ചോടിപ്പോ. പലരും ഈ വെടിക്കെട്ട് നിരോധിക്കണം, ആനകളെ എഴുന്നള്ളിക്കരുതെന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു സാധനം ഒരു വല്ലാത്തൊരു ഭയങ്കര ഫീലാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുന്നവർക്ക് അത് ഒന്നെങ്കിൽ അവരത് കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ, എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂരല്ലാതെ മറ്റൊരു ദേശത്തും ഇങ്ങനൊരു വികാരമുള്ളൊരു പരിപാടി ഉണ്ടാവും. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വേറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ലോകം മുഴുവൻ ഒരുമിച്ച് ആസ്വദിക്കുന്നു. ഇപ്പോൾ പാലക്കാടുകാരും ഇങ്ങോട്ട് വരും, കോഴിക്കോടുകാരും ഇങ്ങോട്ട് വരും, തിരുവനന്തപുരംകാരും ഇങ്ങോട്ട് വരും. എല്ലാവരും ഒരുമിച്ച് വന്ന വടക്കുന്നാഥൻ പറഞ്ഞു, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഇങ്ങനത്തെ ഒരു ഗാദറിങ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ്. ഞാൻ മുമ്പൊരു എൻ്റെ ഒരു വീഡിയോയിൽ ഇതേപോലെ പറഞ്ഞിരുന്നു, ടുമോറോലാൻഡ് ഒന്നുമല്ല, നിങ്ങൾ തൃശ്ശൂർ പൂരം വന്ന് കാണാം, അപ്പം അറിയാൻ വിവരം എന്ന് പറഞ്ഞിരുന്നു. എല്ലാത്തിൻ്റെ ഒരു പെർഫെക്ഷൻ. എക്സാക്ട്ലി, എല്ലാം തൃശ്ശൂർ പൂരം. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഇലഞ്ഞിത്തറമേള. 300 പേര് ഒരേ താളത്തിൽ നിന്ന് പിടക്കുക, ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല. ഇനി കുടമാറ്റം പോലൊരു സംഗതി ലോകത്തെ എവിടെ കാണാൻ പറ്റുന്നുണ്ട്? എല്ലാത്തിനും നമ്മുടെ ശക്തൻ തമ്പുരാൻ കളർ കൊടുക്കും, എല്ലാത്തിനും ഒന്നിനും കുറച്ചില്ല, എല്ലാം ഭംഗിയായി ചെയ്തു പുള്ളി. അതുപോലെ ഈ മഠത്തിൽ വരവ് അവിടുന്ന് ഒരു ഗ്രാൻഡ് എൻട്രി അല്ല അത്, ഒരു അലങ്കാരമല്ല അത് കാണാൻ. അത് തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, ഇനി അതിൽ ജാതിയും ഇല്ല, ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ല, എല്ലാവരും ഒരുമിച്ച് വന്ന് ആ ഒരു
എന്താ പറയാ, ഒരു കളറ്, ഗ്ലിറ്റർ അതെല്ലാം ആസ്വദിക്കുന്ന ഒരു എൻട്രി അല്ല റോയൽ ഗ്രാൻഡ് എൻട്രി എന്നൊക്കെ പറയുന്ന പോലെ. ഈ യാത്രകളൊക്കെ പോകുമ്പോൾ അമ്മയും മോനും തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, നിങ്ങൾ വലിയ താരങ്ങളായി മാറി. തുടക്കത്തിലൊക്കെ തൃശ്ശൂരിൽ നിന്നാണെന്ന് വരുമ്പോൾ തൃശ്ശൂർക്കാരെയൊക്കെ അവിടെ കാണാറുണ്ട് എവിടെയെങ്കിലൊക്കെ, അപ്പം വിശേഷങ്ങളൊക്കെ അവർ ചോദിക്കാറുണ്ട്. ശരിക്ക് നമ്മൾ ഭീമാശങ്കർ പൂനെയിലെ ജ്യോതിർലിംഗ അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഫോണിന്റെ ബാക്കിൽ ഗുരുവായൂരപ്പന്റെ പടം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ വരിയൊക്കെ നിൽക്കാൻ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ കയറി പോകുന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് അമ്മയുടെ ആ ഫോണിന്റെ ബാക്കിൽ ഗുരുവായൂരപ്പന്റെ പടം കണ്ടിട്ട് ഉള്ളിൽ നിന്ന് മേൽശാന്തി വന്ന് ഗുരുവായൂരുന്നാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഗുരുവായൂരപ്പന്റെ റേഞ്ച്. ആള് നേരെ ഒരു വരില്ല, തട്ടെടുത്ത് കയ്യിൽ അവരെടുത്ത് തരുന്നു. ഉള്ളിലേക്ക് ഏത് അവിടെയൊക്കെ ശരിക്കും നോർത്തിലൊക്കെ നമുക്ക് ഉള്ളിൽ കയറി വിഗ്രഹം തൊടാം. നമുക്ക് ആ ശുദ്ധി ഇല്ലെങ്കിലും വിഗ്രഹത്തിന് ശുദ്ധി ഉണ്ടല്ലോ. അപ്പൊ ഉള്ളില് കയറി ജ്യോതിർലിംഗത്തിൽ പൂജ ചെയ്യിപ്പിച്ചു. ഒരൊറ്റ പടത്തിന്റെ ആട്ടത്, അതിൽ നമുക്കൊന്നും യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ആ ഗുരുവായൂരപ്പന്റെ ഒരു പടത്തിന്റെ ഒരു പ്രസക്തി കൊണ്ട് അവര് നേരെ ഉള്ളിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് പൂജ. അപ്പോൾ ഞാൻ ആലോചിക്കുക, കംപ്ലീറ്റ് വരി നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു ജസ്റ്റ് ഒരു പടം കണ്ടിട്ട് കേട്ടാ. അപ്പൊ അതൊരു പോയിന്റ്. പിന്നെ മണാലിയിലൊക്കെ വെച്ച് ഇതേപോലെ ചെല്ലുമ്പോൾ മറ്റേ അമ്മ എന്നെയല്ല, നമുക്കൊരു ലുക്കില്ലല്ലോ, ഗ്ലാമറില്ലല്ലോ, അമ്മയ്ക്കല്ല ലുക്കുള്ളൂ. അപ്പൊ ഇതേപോലെ പല സ്ഥലത്തും ചെല്ലുമ്പോ ഇങ്ങനെ ഓരോ കുട്ടികൾ വന്ന് അതേ ഗീതമ്മ നിൽക്കണമെന്ന് പറഞ്ഞ് ഓടി വരാറുണ്ട്. അതൊരു സന്തോഷം. ഒരു ഗീതമ്മയുടെ മകൻ ഈ ഹിമാലയത്തേക്ക് ബുള്ളറ്റിൽ പോകാം എന്നുള്ളൊരു അത് ആരുടെ പ്ലാനാണ്? ശരിക്കും ഞാൻ പല തവണ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ജീവിതം കളയരുത്, ഇതൊന്നും കണ്ടില്ലെങ്കിൽ വേസ്റ്റ് ആവും. ഞാൻ കുറേ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തെ പോയിട്ടുള്ളതാണ്. അപ്പം അന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് എന്തിട്ടില്ലടാ, കാരണം ഇതാണ് ഏറ്റവും വലുത്, ഇത് തന്നെയാണ് ഏറ്റവും വലുത്. അതാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ അങ്ങനെ പറയാം. സോറി, അറിയാണ്ട് വന്നതാ. അല്ല അങ്ങനെ വരാൻ പാടും. ഈ പറമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തൃശ്ശൂർക്കാരനായി പോകും, അതാ കുഴപ്പം. അപ്പോൾ അമ്മ അതിനത്ര ഒരു എന്താ പറയുക, എന്താ ലഡാക്കിൽ കാണാനുള്ള ഒന്നുമില്ല. പക്ഷെ അത് പോയി തുടങ്ങിയപ്പോഴാണ് ആ ലഹരി, അല്ലെങ്കിൽ യാത്രയിലും ഒരു ലഹരിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതാണ് യഥാർത്ഥ ലഹരി. അല്ലാണ്ട് നിങ്ങളൊന്നും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ലഹരി അല്ല ലഹരി. ഞാൻ ഉപയോഗിക്കില്ല, പക്ഷെ ഒരു സിംഗുലർ വരണ്ടല്ലോ, അത് കാരണം. അപ്പോൾ ശരിക്കും നിങ്ങൾ യാത്ര ചെയ്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ വിട്ടുപോകും. അതിനോടൊന്നും നമുക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു തോന്നൽ വരും. അപ്പോൾ കീപ് ട്രാവലിംഗ് എന്ന് ഞാൻ പറഞ്ഞു തന്നത്. പക്ഷെ പോകുമ്പോൾ അമ്മയും കൊണ്ടുപോകും. അതിനുണ്ട് സാറേ, അത് എനിക്കലകയില്ലേ. അല്ല, അമ്മയ്ക്കാണോ കൂടുതൽ എനർജി മോനാണോ? അമ്മയ്ക്ക് തന്നെയാണ്. കാരണം ഞാൻ പല സ്ഥലത്തും ശ്വാസം മുട്ടി വലിച്ചു നിൽക്കണ നേരത്ത് എവിടെയോ സ്ഥലത്ത് മുട്ട് വേദനിക്കുന്നുണ്ട്, അമ്മ ഒന്ന് പതുക്കെ നടക്കും. അത് കൈലാസ യാത്രയിലായിരുന്നു. കൈലാസ യാത്രയിൽ ഞാൻ ശ്വാസം കിട്ടാണ്ട് വലിച്ചടിച്ച് നിൽക്കുക, അങ്ങനെ നിൽക്കണേ. ശരിക്കും 19,000 ഹൈറ്റാണ്, 19,500 അടിയാണ്. അവിടെ നിൽക്കുമ്പോൾ അമ്മ സിമ്പിളായിട്ട് നടന്നു പോകട്ടോ. അപ്പം ഞാനിങ്ങനെ ഞാനൊന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് എന്താ ഇരിക്കണേ എന്നാ ചോദിക്കണേ, വായ പോവാ നേരല്ലേ, അങ്ങനെയാണ്. തലതെറിച്ച ചെക്കണ്ടാകൊണ്ടാണ് അതുവരെ എത്തിയത് അല്ലേ? ഇപ്പൊ നമ്മുടെ ഈ മൂകാംബികയില് പലരും ഇങ്ങനെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പറയും അത് മുടങ്ങും, അമ്മ വിളിക്കണം അവിടെ എത്താന്ന് പറയും അല്ലെ? അതുപോലൊരു അദൃശ്യ ശക്തിയുടെ അനുഗ്രഹം എപ്പോഴും ഉള്ളതായിട്ട് തോന്നി. കണ്ണനെന്റെ കൂടെയുണ്ട്, ആ ഒരു വിശ്വാസം ചെറുപ്പം തൊട്ടേ ഉള്ളൊരു വിശ്വാസം. ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ അകലെ നിന്ന്. അപ്പോൾ ഇവിടുത്തെ മേൽശാന്തി ഉണ്ട്, രാമൻ നമ്പൂരി. പുള്ളിയും ഇതേപോലെ പറയും, നമുക്ക് അമ്മയ്ക്കൊക്കെ അന്നൊരു ആശങ്കയാണ്, കൈലാസം എത്തില്ല ഒരിക്കലും, അല്ലെങ്കിൽ അവിടെ വരെ എത്തിപ്പെടാൻ പറ്റില്ല, ഈ ജന്മം നടക്കില്ല. അപ്പം അന്ന് തിരുമേനി എപ്പോഴും പറയും, ഇവിടെ വന്നോളോ, പറഞ്ഞോളോ, പോവും, എത്തിക്കും. മനസ്സിലായ? അങ്ങനെ നമ്മൾ എത്തി. പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഗതി പോലും വിചാരിച്ചിട്ടില്ല, പറ്റില്ല. ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. നടുവേദന ഉണ്ട് ഒക്കെ പറഞ്ഞു, എല്ലാം ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ഈ 60 വയസ്സിന് വേണ്ട എല്ലാ ദോഷങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ യാത്ര തുടങ്ങിയാൽ മറക്കും. ഒരു മിനിറ്റ്, യാത്ര തുടങ്ങിയാൽ മറക്കും. പക്ഷെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അതൊക്കെ വീണ്ടും വരും.
എനിക്ക് വയ്യ, ഭയങ്കര വേന. മരുന്ന് മേടിച്ചില്ലേ, പക്ഷെ പുറത്തേക്ക് പോയി യാത്ര തുടങ്ങിയ മരുന്ന് വേണ്ട, മന്ത്രം വേണ്ട, നടുവേന പോയി, എല്ലാം പോയി. ആണല്ലേ, ഇതൊക്കെ നമുക്കാ വരിക. ഈ അത്തരം ഒരു ദീർഘയാത്രകൾക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരുക്കങ്ങളുണ്ടോ? നത്തിങ്, അങ്ങനെ ഇല്ല. ഈ കൈലാസ യാത്രയ്ക്ക് നമ്മളിവിടെ ഡെയിലി പ്രദക്ഷിണം വെച്ചൊരു, അത് നടന്നൊരു ശീലം വരാനാ, വേറെ ഒന്നിനുമില്ല. നടന്ന് നമ്മൾ ആ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ നടക്കുമ്പോൾ നമുക്കൊരു വാക്കിംഗ് പ്രാക്ടീസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഞാനൊരു 500 ദിവസം വടക്കുന്നാഥൻ 563 ദിവസം കണ്ടിന്യൂസ് തൃപ്പതി എഴുതുന്നുണ്ടമ്മ, അറിയില്ല, വിത്തൗട്ട് ബ്രേക്ക്. അത് ഇപ്പോൾ നമ്മളാരും ഇല്ലെങ്കിൽ നടന്നു വരും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചു വരും. തൃപ്പുക ശരിക്കും വലിയൊരു, അത് മുടങ്ങാതെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 8 മണിക്കോടെ രാത്രി വൈകിട്ട് 8:20 തീരും ചെയ്യും തൃപ്പുക. അന്ന് അപ്പൊ ആ നേരത്തെ പേടിയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് രാത്രി പുറത്തിറങ്ങാനൊക്കെ. അമ്മ ഒറ്റയ്ക്കാണോ വരിക? ഞാനുള്ള ദിവസം ഞാൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇല്ലാത്ത ദിവസം അമ്മ നടന്നു വരും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചു വരും, എങ്ങനെയെങ്കിലും വരും. അങ്ങനെ വന്ന് തൊഴുത് തിരിച്ചു വേണ്ടി പോകും. നമ്മൾക്ക് പിന്നെ ഇത് ശരിക്കും വീട്ടിൽ മുറ്റല്ലേ, ഇതാ മുറ്റം. ഇപ്പൊ നമ്മള് പുറത്തൊക്കെ പോകുമ്പോ പരിചയപ്പെടുത്തുമ്പോ ഞാനൊക്കെ പറയട്ടെ, ഞാൻ വടക്കുന്നാഥന്റെ നാട്ടുകാരനാണ്, ഗുരുവായൂരപ്പന്റെ അയൽവാസിയാണെന്ന് പറയാം. ഗുരുവായൂരിന്നൊരു 5 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക്. ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആചാരങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഉണ്ട്. നമ്മൾ എന്നും വരുന്ന കാരണം ആ ആചാരത്തിൽ കൂടെ എന്നും നടന്നു പോവല്ലേ. ഇപ്പം ഈ പൂരത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വേണോ എന്നൊക്കെ പറയുമ്പോഴേ ആ ആചാരം നടക്കട്ടെ അല്ലേ. ആ പ്രോട്ടോക്കോള് പ്രകാരം പൂരം നടക്കുന്നു. എന്താ പറയുക, ഇപ്പോഴത്തെ ഓഫീസർമാരും ഗവൺമെൻറ്റും അല്ലെങ്കിൽ എല്ലാം പ്രകാരമുള്ള ചടങ്ങ് നടക്കട്ടെ. എന്തിനാ അത് മാറ്റി വയ്ക്കണേ? പൂരം നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. നടത്തരുത് എന്ന് പറയണമെങ്കിൽ ഞാൻ തൃശ്ശൂർക്കാരനാവരുത്. പൂരം നടക്കണം, അതിൽ യാതൊരു സംശയമില്ല. അത് അതിന് വേണ്ട എല്ലാ പ്രോട്ടോകോൾസും, എല്ലാ എന്താ പറയുക, നിയമപാലനം ശുശ്രൂഷിക്കപ്പെടാനുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഹെൽത്ത് ഉണ്ട്, DMO ഉണ്ട്, പോലീസ് ഉണ്ട്, മിനിസ്റ്റർമാരുണ്ട്, അതിനൊക്കെ മുകളിൽ CM ഉണ്ട്. അവരാണിത് തീരുമാനിക്കണത്. ഞാൻ നമ്മൾ ഇതിൽ പറയുന്ന അപ്പനും അപ്പൻ്റെ പെങ്ങളും സുഭദ്രയും കൂട്ടിയിട്ട് തീരുമാനിക്കുന്നതല്ലല്ലോ. പാർമേക്കാവും തിരുവമ്പാടിയും കൂട്ടിയിട്ട് തീരുമാനമല്ല. ഗവൺമെൻറ് നമുക്ക് നിർദ്ദേശം തന്നു, ഇന്ന പോലെയൊക്കെ ചെയ്യാം. അപ്പം നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നമുക്ക് കയറാം. പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ പോലും വീട്ടിലിരിക്കും, എനിക്കും വരാൻ പറ്റില്ല, ആർക്കും വരാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവ് ഉള്ളവർ വീട്ടിലിരിക്കുക, നെഗറ്റീവ് ഉള്ളവർ പൂരത്തിന് വരിക. വലിയ കേടുപാടുകൾ കൂടാതെ ഡിസ്റ്റൻസിങ്ങിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പറ്റുന്ന രീതിയിൽ നിന്ന് കാണുക അല്ലേ. അതെ, തീർച്ചയായും. ഈ പല സ്വഭാവത്തിലുള്ള യൂട്യൂബ് വീഡിയോസ് ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ഒരു പെട്ടിക്കട തുടങ്ങുന്ന പോലെയാണ് ഇപ്പോൾ യൂട്യൂബ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ അതിങ്ങനെ പോകുന്നു വരുന്നു എന്നതിൽ കവിഞ്ഞൊരു എന്തൊക്കെയോ ഒരു വേറിട്ട അനുഭവം ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നൽകുന്ന ആ ഒരു വീഡിയോകളിലുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടന്റ് ശരിക്കും ആരാ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോൾ ശബരിമല ചരിത്രരേഖകൾ, പിന്നെ യേശുവിനെ ഒറ്റുകൊടുത്ത വികാസം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ ഒരു കണ്ടന്റ് അത് രണ്ടുപേരും കുത്തിയിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഒന്നുമില്ല. ഇവിടെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ളായിരുന്നേ, ചേട്ടാ അവിടെ അങ്ങനെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ, പോയെടുത്താലോ, നവാ പോവാ, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. അതറിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലണേ. ഇപ്പോൾ വടക്കുന്നാഥനിലെ പൂജാകർമ്മങ്ങൾ പറയുന്നത് തന്ത്രിയാ, ഞാനല്ല. എനിക്കറിയില്ല അതിനെക്കുറിച്ച് വ്യക്തമായി ആധികാരികമായി പറയാനുള്ള യാതൊരു റൈറ്റും എനിക്കില്ല. ക്വാളിറ്റിയും ഇല്ല, ക്വാളിഫിക്കേഷനും ഇല്ല. അതിന് കറക്റ്റ് ആളാണ് പറഞ്ഞത്. അതുപോലെ ഗുരുവായൂരത്തെ ദിനേശൻ നമ്പൂരിപ്പാട്, അദ്ദേഹം പറഞ്ഞ പിന്നെ വേറെ ആരാ പറയാനുള്ള, അതിൻ്റെ സീല് വെച്ചിട്ട് പറയണത്. അപ്പം അതുപോലെ ഉള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ആ ഇൻഫോർമേഷൻ കേൾക്കുന്നതും ശേഖരിക്കുന്നതും. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അഖിൽ, അതുപോലെ ഗോഡ്സൺ, സംഗീത്, രാഹുൽ, ഇവരൊക്കെയാണ് ഇങ്ങനെ ഓരോന്നൊക്കെ എവിടുന്നെങ്കിലും തപ്പി പിടിച്ച് കൊണ്ടുവരിക. ഒരു മഞ്ഞപ്ര ഭാഗത്ത് ഒരു മണി ഉണ്ടാക്കുന്ന, അത് ഭയങ്കര ഒരു രസമുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു. പക്ഷെ അത് അവര് കണ്ടോണ്ടാണ് നമ്മുടെ അടുത്ത് ചേട്ടാ ഇതും കൂടി ചെയ്താലോ രസമായിരിക്കും. അപ്പൊ ഞാൻ എന്നാ പോവാ കേറിക്കോ, ഒന്നും അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ന് തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ സംഗീതനെ വിളിച്ചു വരുത്തിണ്ട്. ഇത് കഴിഞ്ഞ നേരം മലക്കപ്പാറ വിടുന്നു. ശരിക്കും കൊടി കയറിയ ദേശം വിടാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അതിരപ്പള്ളിയല്ലേ നമ്മുടെ ദേശം, തട്ടകത്ത.
അല്ല ഇപ്പൊ സ്റ്റേറ്റ് വിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇല്ല 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 ഈ 2021 അങ്ങനെ ഏതെങ്കിലും യാത്രകൾ നടത്തിയോ? ഇല്ല ഇല്ല, ഒന്നും സ്റ്റേറ്റ് വിട്ട് ഒരു മൂകാംബിയെ പോയി. മൂകാംബിയെ പോയി പോയില്ലേ? മൂകാംബിയെ പോയി. ന്യൂ ഇയർ മൂകാംബി. ന്യൂ ഇയർ അവിടെ ന്യൂ ഇയർ മൂകാംബിയല്ലേ. അമ്മയുടെ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഒന്നാമത്തെ ഈ വർഷം. ഈ വർഷം ഈ ദൂരെയൊക്കെ പോകുമ്പോ തൃശ്ശൂരത്തെ ഒരു രുചി ഭക്ഷണം, ഈ യാത്രകളിൽ വലിയ പ്രശ്നം ഇത് ഫുഡാണല്ലോ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വെജിറ്റേറിയനും കൂടിയാ. ഭയങ്കര പ്രശ്നമാണ്. കാരണം വെജാണ്, പ്യൂർ വെജാ. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരിക്കലും കിട്ടില്ല. അപ്പൊ നമ്മളവിടെ കിട്ടുന്ന എന്തോ അത് ഇഷ്ടപ്പെടുക, ആ ഒരു ശൈലിയിലേക്ക്. മിക്കവാറും ഈ ദാൽ പരിപാടികളൊക്കെ. ദാല് ബേസിക്കലി അമ്മയും ആയാലും ഞാനായാലും അങ്ങനെ ഫുഡി അല്ല. നമുക്ക് അങ്ങനെ യമ്മി അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര കൊതി ആക്രാന്തം അതൊന്നുമില്ല. തൃശ്ശൂര് പാൽപ്പായസത്തിന് മാത്രമേ ഉള്ളൂ. അത് അമ്പിസ്വാമിയുടെ പാലടയ്ക്ക് മാത്രമേ ഉള്ളൂ. അല്ല അപ്പോൾ ഫുഡ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ എങ്ങടെങ്കിലും ഈ കാലഘട്ടത്തിൽ യാത്ര ചെയ്തതെന്ന് ചോദിച്ചില്ലേ, ശരിക്ക് ഡിസംബർ 23 മുതൽ ജാനുവരി 4 വരെ ക്ലോസ് ടു 4200 കിലോമീറ്റർ ഓടി ഞങ്ങൾ. ആണല്ലേ? അതായത് ഒരു 2 മൂന്നാറ്, ഒരു വാഗമണ്ണ്, ആ മഞ്ഞുള്ള സമയത്ത് അല്ല ഡിസംബർ ഒരു വാഗമണ്ണ്, ഒരു തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കോവളം, പൂവാറ്, മറ്റേ ഗോൾഡൻ ബീച്ച് റിസോർട്ട് ആ സൈഡ്, ആ മറ്റേ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഗോൾഡൻ കളറിൽ കിടക്കുന്നൊരു ബീച്ചുണ്ട് അവിടെ, ആ റൂട്ട്. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് ഇതൊക്കെ ഇൻ്റർവെൽസ് ഉണ്ട്, ഒറ്റയടിക്കല്ല. അവിടുന്ന് അങ്ങോട്ട് തിരിച്ച് നേരെ തൃശ്ശൂർ നേരെ നെല്ലിയാമ്പതി പോയി. പജീറോ നേരെ നെല്ലിയാമ്പതി പോയി. നെല്ലിയാമ്പതിയിലൊരു അതൊരു രസകരമായ ഒരു പരിപാടിയാണ്. മദർ കേരള എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. ഒരുപാട് അമ്മമാരെ കൂട്ടിയിട്ടുള്ള ഒരു യാത്ര. അത് നമ്മുടെ ഒരു സുഹൃത്ത് കോഴിക്കോടുകാരൻ, അവൻ സെറ്റ് ചെയ്ത അബു. അവൻ എന്തെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, യാത്ര ചെയ്യാൻ പറ്റാത്ത അമ്മമാരില്ലേ, അവരെയും കൊണ്ട് എന്നിട്ട് അതിൽ എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് ഞങ്ങളുടെ അനുഭവം പറഞ്ഞു കൊടുക്കണം, ഞങ്ങളുടെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, അവർ പോകരുതെന്ന് പറയും, അപ്പോൾ നമ്മൾ പോകണം. അല്ല, അത് ശരത്ത് പറഞ്ഞതേ അമ്മ, ഈ യാത്ര പോകാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോ അമ്മമാരെ നടതള്ളുന്നൊരു സമൂഹമായിട്ട് മാറി. അതായത് അവരെ കൊണ്ടുപോയ ബുദ്ധിമുട്ടാ എന്നുള്ളൊരു ഫീലുള്ള ഒരു ജനവിഭാഗം ഒഴിവാക്കി. അതിന്റെ മുമ്പിൽ ശരത്തിനൊരു ബെക്സിലോട്ട് കൊടുക്കാം. അതെ, മാതൃകയാണ് എല്ലാം. ഇതുപോലൊരു മോനെ കിട്ടാൻ തപസ്സിരിക്കണം. പറയുമ്പോ നിങ്ങൾക്കൊരു പുച്ഛഭാവം ഉണ്ടല്ലോ. അല്ല അങ്ങനെയല്ല, ഞാൻ അതിലിപ്പോൾ വലിയ ക്രെഡിറ്റ് അല്ലെങ്കിൽ വലിയ ചിലവർ പറയില്ലേ ഭയങ്കര സംഭവമാണ് നിങ്ങൾ ചെയ്തു, വലിയ കാര്യമല്ല അത്. അങ്ങനെയല്ല, അത് ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് അത് വലിയ കാര്യമല്ലല്ലോ. ഇവിടെ നടന്ന് മുഴുവൻ കാണിക്കണമെങ്കിലേ കുറെ നേരം എടുക്കൂട്ടാ. ഒരു ദിവസം പോരാ ശരിക്ക്. നേരത്തെ ഞാൻ പറഞ്ഞു അമ്മ, ഈ തൃശ്ശൂർ ടൗണിൽ തന്നെ ഇപ്പൊ രാഗത്തിൽ പോയിട്ടൊരു സിനിമ കാണണം വൈകിട്ട് എന്നൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടാവും. ഇപ്പൊ നമ്മുടെ മസാല ദോശ പ്രസിദ്ധമാണല്ലോ, തൃശ്ശൂരത്തെ മസാല ദോശ. ഒരു മസാല ദോശ കഴിക്കണം എന്നൊക്കെ. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ച് മക്കൾ പുറത്ത് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരുപാട് അമ്മമാരുണ്ട്. ഇത് ഹിമാലയവും കൈലാസവും ഒക്കെ കറങ്ങി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോണ പോലെ പോയി തിരിച്ചു വരികയാണ് കൂളായിട്ട്. അത് ചില്ലറ കാര്യമല്ല. അതെന്റെ ഭാഗ്യമാണ്. അത് തീർച്ചയായിട്ടും. ഇത്തരം യാത്രകളിലൊക്കെ വല്ലാതെ നമ്മൾ എന്താ ട്രാപ്പിൽ വിട്ടു എന്ന് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വടക്കുന്നാഥൻ്റെ ഭൂമിയിൽ നിന്ന് പോകുന്ന എനിക്ക് എവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് അതുപോലെ ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ട് എവിടെയും ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം സംഭവിച്ചിട്ടുള്ള ഒരു 6 മണിക്കൂർ ട്രെയിൻ ഡിലേ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഡിലേ ആയത് നന്നായി. അത് അവിടുന്ന് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു യാത്രയിലേക്ക് തിരിഞ്ഞുപോയി. അതെന്തായിരുന്നു? അതാണ് നമ്മുടെ വാരണാസി യാത്ര. 3 ദിവസത്തേക്ക് നമ്മൾ വാരണാസിക്ക് പോയതാ. ഈ കഥ നിങ്ങൾ എല്ലാവരും കേട്ട് ബോറടിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്കിത് എത്ര പറഞ്ഞാലും ബോറടിക്കില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് യാത്രയാണത്. 3 ദിവസത്തേക്ക് പോയതാ. 3 ദിവസം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ദിവസം നമ്മൾ ചെന്നു. വാരണാസി ഞാൻ ചുരുക്കി ബ്രീഫാക്കുക. വാരണാസി, അവിടെയുള്ള എല്ലാ മെയിൻ ഗംഗാരതി, അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഒക്കെ കണ്ട് നടന്നു. അത് കഴിഞ്ഞ് നമ്മളെ കണ്ട വശം മനസ്സിലായി. ഞാൻ വന്ന വശം തൃശ്ശൂർ പൂരം 15 ആനപ്പുറത്ത്, ഇവിടെ 15 ആന കോട്ട പടപട മാറ്റണു, കംപ്ലീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ പ്രസാദമൊക്കെ എടുത്തു കൊടുത്തു. ഇങ്ങനെ പറയണതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഞാൻ ചോദിച്ചു, സാർ എപ്പോഴാണ് തിരിച്ച് നാട്ടിൽ പോകാൻ ചോദിച്ചു.
അപ്പോൾ പുള്ളി പറഞ്ഞാണ് ഞാൻ ഈ ട്രെയിൻ നേരെ ഷിംല ചെന്ന് കൽക്കാണ് ലാസ്റ്റോ, അവിടുന്ന് ചെന്നിട്ടേ തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അപ്പോൾ അവിടെ തിളങ്ങി. ആ അപ്പോൾ ഒക്കെ ഉണ്ട് കേട്ടോ, ടിക്കറ്റ് തിരിച്ചു പോകാനുണ്ട്, ഡ്രസ്സില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ വിട്ടാലോ, അപ്പം എന്നാ പോവാ. അങ്ങനെ അതുകൊണ്ട് ആ ഡിലേ ആയത് ഒരു അനുഗ്രഹമായി. അപ്പം എന്ത് നമുക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ വന്നു നിൽക്കുക, അതതിൻ്റെ ഡബിള് ആയിട്ട് നന്നാക്കി കിട്ടും എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തന്നെ തട്ടപ്പെടുത്തെന്ന് പറയില്ലേ. അതുകൊണ്ട് അതൊരു വലിയ യാത്രയായി. അവിടുന്ന് പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. നേരെ ഞങ്ങൾ ഷിംല പോയി, ഷിംലയിൽ നിന്ന് നേരെ മണാലി പോയി, നേരെ റോത്താങ്. ഐസ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഐസ് കാണുന്നു, ആദ്യമായിട്ട് ബൈക്കിൽ കയറി, ഐസിൽ കിടന്ന് ഉരുണ്ടു. നമ്മൾ പറയും, ഞാൻ എപ്പോഴും പറയാറില്ല 60 വയസ്സുകാരി ഒറ്റയടിക്ക് 18 വയസ്സിലേക്ക് വന്നു. സാധാരണ നമ്മളെ അല്ലേ വിളിക്കുക, ഇതാ വാടാ വാടാ മതിടാ നിർത്തടാന്ന് പറഞ്ഞ് അമ്മമാര് നമ്മളെയല്ലേ പറയാ. ഞാൻ ലാസ്റ്റ് പറയാം മതി നിർത്ത്, കാല് ധരിക്കും എന്ന് വെച്ചാൽ ഐസിൽ നിൽക്കുക. അപ്പം ഞാൻ അധികം ഇതായ ഫ്രോസ് ബൈറ്റ് വരുമല്ലോ. അപ്പം ഞാൻ മതി അമ്മ മതി നിർത്ത്, പോരെ അങ്ങനെ പറഞ്ഞ് തിരിച്ചു വിളിക്കേണ്ടി വന്നു. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് താഴെ എത്തിയിട്ട് ഞാൻ കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാറ് വേണ്ട ബൈക്ക് മതി. അവിടെയൊക്കെ പോകുമ്പോ അമ്മ ഒരു കുറുമ്പൊക്കെ ഉള്ള ഒരു വികൃതി കുട്ടിയാണ്. അതെ അതാ ഞാൻ പറഞ്ഞേ, പെട്ടെന്നൊരു 16-18 വയസ്സിലേക്ക്, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇനി ചെയ്യണം എന്ന ആഗ്രഹങ്ങൾ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഈ പ്രായക്കാർക്ക് ഉണ്ടാവും. അതൊക്കെ ഇനിയെങ്കിലും ചെയ്യാം, ഇനിയെങ്കിലും പോവാം അല്ലേ. ഇത് ജാതകത്തിലുണ്ടോ? അമ്മയുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു യോഗം ഉണ്ടോ? ആണല്ലേ. ഞാന് വേറൊരു വിഷയം എനിക്ക് മനസ്സിൽ വന്നു. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് യാത്ര ചെയ്താൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ സദാചാര പോലീസിങ് ഒക്കെ ഉണ്ട്. പക്ഷെ മകന്റെ കൂടെ അമ്മ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്ലസ് സുരക്ഷ അല്ലേ, നമ്മൾ പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കൂടുതൽ സുരക്ഷിതത്വം തോന്നിയിട്ടില്ലേ മകന്റെ കൂടെ ഉള്ള ഒരു യാത്ര? അവൻ എന്റെ കൈ പിടിച്ച് നടന്നിരുന്നു, ഇന്ന് ഞാൻ അവന്റെ കൈ പിടിച്ച് നടക്കാം. അതാണ് ഞാൻ ഇതേപോലെ എവിടെ പോയാലും എനിക്ക് ഭാഷ അറിയാത്തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമെന്ന് പോയാൽ തന്നെ ഇങ്ങനെയോ വിടണ്ടേ. ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ എവിടെയെങ്കിലും പോയൊരു പ്രശ്നം ഉണ്ടാവണത് ഒരിക്കലും എന്താ പറയുക, അതിനെങ്ങനെയാണ് ഞാൻ കാണാറ്, നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് പോയി തലയിടരുത്. ഇപ്പോൾ വാരണാസി ചെല്ലുമ്പോൾ അവിടുത്തെ ഘാട്ടുകളിൽ രാത്രി 11-12 മണിക്കാണ് നമ്മൾ നടക്കുന്നത്, രാത്രി. ആ നേരത്ത് അവിടെ പലതും നമ്മൾ കാണാൻ പാടില്ലാത്ത നടക്കണ്ടാവും. നമ്മൾ പോയി എത്തിച്ച് നോക്കുന്നിടത്തുനിന്ന് പ്രശ്നം വരുന്നത്. അത് അവിടെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മുടെ കാര്യമല്ല. നമ്മൾ സ്ഥലം കാണാൻ വന്നു, ആ ആംബിയൻസ് രാത്രി കാണാൻ വന്നു, അത് കണ്ട് നമ്മൾ തിരിച്ചു പോവാ. അല്ലാണ്ട് അവരെന്താ അവിടെ ചെയ്യണു, അവരെന്താ അങ്ങനെ അവിടെ ചെയ്യണേ, അത് ചോദിക്കാൻ പോയാൽ നമ്മൾ പ്രശ്നക്കാരനായി. അവിടെ നിന്നായിരിക്കും ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഡോണ്ട് പീപ്പ് ഇൻ ടു സംബഡി എൽസ് എന്നാണ് എൻ്റെ ഒരു ആ യാത്രകളിലെ എൻ്റെ ഒരു. പിന്നെ ശരത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ണടയും താടിയൊക്കെ ആകുമ്പോ വേണമെങ്കിൽ ഒരാൾക്ക് തീവ്രവാദിയാണെന്ന് സംശയിക്കും. അമ്മയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ശാന്തഭാവമാണ്, ഒരാൾക്കും ഒന്നും പറയാൻ തോന്നില്ല. അല്ല, ആവശ്യഘട്ടത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടി വരും, ആവശ്യഘട്ടത്തിൽ. പക്ഷെ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല, ഒരിക്കലും വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യവും ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനും ഇല്ല. പിന്നെ നമ്മളെ ആവശ്യമില്ലാത്തവർക്ക് തലയിടാൻ ഞാൻ പോകാറുമില്ല. അതാണ് പഠിക്കേണ്ട പാഠം. ഈ കാട്ടില് വണ്ടിയിൽ പെട്ടുപോയ ഒരു കാട്ടാനയുടെ വിജയ് യേശുദാസൊക്കെ വൈറലായ ഒരു വീഡിയോ. അമ്മേനെ കൊണ്ടുപോകാതെ അത് ചെമ്മ താറന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാൻ പോയതാ. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു റോട്ടിൽ ഓടിച്ച് നോക്കിക്കോളാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ റോട്ടിൽ ഓടിച്ച് നോക്കാൻ താറ് വേണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 2 ദിവസം ഒന്ന് ഓടിച്ച് നോക്കി, വണ്ടി നല്ലതാണോ, സസ്പെൻഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, 4 വീലൊക്കെ വീഴുന്നുണ്ടോ. ഞാനുണ്ട്, വിജു ഉണ്ട്, രാഹുൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മ്യൂസിക് ഡയറക്ടർ പള്ളി. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇവിടെ പോയത്. അപ്പോൾ വണ്ടിയുടെ ഒരു പരിപ്പെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുരു ഇളക്കുക, അങ്ങനത്തെ കലാപരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ നേരെ നെല്ലിയാമ്പതി വിട്ടു. അപ്പോൾ നെല്ലിയാമ്പതി പോയി, അവിടെ ചെന്ന് മിസ്റ്റി വാലിയിൽ താമസിച്ചു. ആ ഒരു ദിവസം, പിറ്റത്തെ ഫുൾ ഡേ, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ റിട്ടേൺ പോരുക. ഈ റിട്ടേൺ പോരലയിലാണ് ഈ ചുള്ളനെ, നെല്ലിയാമ്പതി ചില്ലിക്കൊമ്പൻ, അങ്ങനെ പുള്ളിയുടെ പേര്. ആളെ ഇതേപോലെ പലരും
ഉപദ്രവിച്ച് അല്ലെങ്കിൽ അത് ഇതൊക്കെ ചെയ്ത് പുള്ളി ഒരു ടെററാണ് അവിടുത്തെ. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ മെക്കെട്ട് കയറിയില്ല, ഞങ്ങളും ഉപദ്രവിക്കാനോ ഒന്നിനും നിന്നില്ല. പ്രാർത്ഥനയാണ്. അല്ല, ഒരു സംശയമില്ല, ഇല്ലെങ്കിൽ അത് ഒരു തട്ട് കെട്ടിയ താഴേക്കാ. ഞാൻ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. അതെ 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 അതെ, ഒരു സംശയമില്ല ഇത്. അത് ഇനിയും പോകണ്ടോ? പിന്നെ വൈൽഡ് ലൈഫ് നമ്മൾ ശരിക്കും നമ്മൾ പറയില്ലേ, ജിം കോർബറ്റ് അല്ലെങ്കിൽ രത്തംബോർ അല്ലെങ്കിൽ ഒരുപാട് കാടുകളുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലുണ്ട് ഇതൊക്കെ. എവിടേക്കും പുറത്തേക്ക് പോകണ്ട, ഇഷ്ടം പോലെ സ്ഥലങ്ങൾ, അതും നല്ല ഗ്രീൻ നല്ല ബ്യൂട്ടിഫുൾ കാടുകളൊക്കെ നമ്മുടെ അവിടെയാണ്. മറ്റോടത്തേക്കൊക്കെ പോയാൽ ഡ്രൈയാ. ഇനിയിപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. മലക്കപ്പാറ, വാൽപ്പാറ, ആ റൂട്ട് കയറി. അത് ഒരു പക്ഷെ എൻ്റെ ഒരു ദോഷമായിരിക്കാം. കാരണം എന്ത് പറഞ്ഞാലും ഞാൻ ലാസ്റ്റ് കൊണ്ടു തൃശ്ശൂരിലേക്ക് എത്തിക്കും. അതെൻ്റെ ഒരു ദോഷം. ഞാൻ ഇതേപോലെ ഒരു യാത്ര മുമ്പ് ദുബായിൽ പോയിരുന്നേ. അപ്പോൾ ദുബായിൽ ബുർജ് ഖലീഫയിൽ 62ാമത്തെ നിലയിലിരിക്കുക. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ അതിലിരുന്നിട്ടും ഞാൻ താഴേക്ക് നോക്കിയിട്ട് പറയുന്നത് എന്താ പറയുക, വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ ഇരിക്കുന്ന ഒരു ഫീലില്ല. ദുബായ് ഷേക്ക് കേട്ട അടിക്കും. അപ്പോൾ അതാണ് ഈ തൃശ്ശൂർ പ്രേമം. അങ്ങനെയാ, അത്രയും ഉണ്ട്. ഈ കേരളത്തെ തന്നെ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞിട്ടില്ല ആരും. ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയും ഒരുപാട് അൺസീൻ സ്പോട്ട്സ് അല്ലെങ്കിൽ ആരും അറിയാതെ പോയ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കേരളത്തിലുണ്ട്. അത് കണ്ട് തീരില്ല, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, മൊത്തം തീരില്ല. നമ്മൾ തന്നെ ഇപ്പോൾ പോയിരിക്കുന്നത് മെയിൻ ടൂറിസ്റ്റ് ഹബ്ബുകൾ അല്ലെങ്കിൽ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അങ്ങനെയായിരിക്കും ഒരു പക്ഷെ പോയിട്ടുണ്ടാവുക. എന്നാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓഫ് റോഡ് ചെയ്ത് കുത്തി കയറി എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവും നമ്മൾ. ബട്ട് സ്റ്റിൽ ഇനിയുണ്ട്. അമ്മയ്ക്ക് മറക്കാനാവാത്തൊരു കാഴ്ച ഈ നേരത്തെ പറഞ്ഞ പോലെ, ശരത്ത് പറഞ്ഞില്ലേ, ഐസ് കണ്ടപ്പോൾ തുള്ളിച്ചാടിയിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോഴും വിളിച്ചിട്ട് പോരാത്തൊരു സിറ്റുവേഷൻ അമ്മയുടെ ഉണ്ട്. കൈലാസ് മാൻസറോറിൽ ആ നോർത്ത് ഫേസ് ഉണ്ട്. കൈലാസിൽ 3 ഫേസാണ് കൈലാസ് മാൻസറോർ പരിക്രമയിൽ കാണുക. അതിൽ ആദ്യത്തെ ഫേസ് നമ്മൾ ഫസ്റ്റ് ഡേ, പിന്നെ അവിടുന്ന് പരിക്രമം ചെയ്ത് ഫസ്റ്റ് ഡേ നമ്മൾ നോർത്ത് ഫേസിലെത്തും. ആ നോർത്ത് ഫേസിലൊരു വ്യൂ, ഒരു എന്താ പറയുക, വടക്കുന്നാഥിലെ നെയ്മല ആ ഒരു രൂപമാണ് ശരിക്കും. വീണ്ടും ഇങ്ങോട്ടൊരു തിരിച്ചുവരവാണ് അവിടെ നിന്ന്. അതൊരു ഗംഭീര ഒരു വ്യൂ ആണ്. ക്ലോസ് റേഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് എപ്പോഴും കണ്ണടച്ചാൽ അതിങ്ങനെ കാണാം നമുക്ക്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. നിശബ്ദമായ സ്ഥലം, ആരുമില്ല, വളരെ കുറച്ച് നമുക്ക് പറഞ്ഞു വിവരിക്കാൻ പറ്റില്ല. ഇല്ല, സച്ച് എ ബ്യൂട്ടിഫുൾ, അത്രയും ഭംഗിയുള്ളൊരു വെടിക്കെട്ടിന്റെ അനുഭവം പറയണ പോലെ അത് ഉള്ളെന്ന് പറഞ്ഞൊരു വിചാരം. അച്ഛൻ കൈലാസ യാത്രയെ കുറിച്ച് എഴുതിയിട്ടുള്ള പിന്നെ അച്ഛൻ പോയ റൂട്ടിൽ കൂടെ അല്ല കേട്ടോ നമ്മൾ പോയത്. അച്ഛൻ പോയ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ വെച്ച് മാലയിട്ട് വെക്കേണ്ടി വരും എന്നെയൊക്കെ. കാരണം നമുക്കൊരിക്കലും പറ്റില്ല. അങ്ങനെയല്ല, അത് 290 കിലോമീറ്റർ നടന്നിട്ട് അച്ഛൻ പോയത്. ഞങ്ങൾ 5 ദിവസവും ഹെലികോപ്റ്ററിലാണ്. 5ാമത്തെ ദിവസം മാൻസറോറിന്റെ മുമ്പിൽ ചെന്നിറങ്ങുന്നു, അവിടുന്ന് നടക്കുന്നു. അച്ഛൻ നടന്ന റൂട്ട് 39 ദിവസം എടുക്കും മാൻസറോവർ എത്താൻ. പിന്നെയാണ് പരിക്രമം. അപ്പൊ അച്ഛനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതെ, അപ്പൊ അച്ഛന്റെ യാത്രകൾ, ആ ഒരു ട്രാവൽ മെത്തേഡേ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഒരിക്കലും ഡെസ്റ്റിനേഷൻ എത്തുന്ന എനിക്കൊരു വിശ്വാസമില്ല. അത്രയും നടക്കാണ്ട്, അത്രയും ഹാർഡ് ട്രക്കാണ്. ലിബു ലേക്ക് വഴിയാണ് അവർ കൈലാസ് മാൻസറോവർ വരുന്നത്. അത് മറ്റേ ആർമിക്കാരുടെ ബേസ് ക്യാമ്പാണ് അവിടുത്തെ. അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പോകാനാ നമ്മള്? അപ്പോൾ അച്ഛൻ്റെ അതും എല്ലാം ഇപ്പോൾ മണിമഹേഷ് കൈലാസ് ആയാലും കിന്നർ കൈലാഷ് ആയാലും 100-140 കിലോമീറ്റർ നടക്കണം. നമ്മളിവിടെ പോയിട്ടേ ടേട്ടയെന്ന് വെച്ചാൽ 52 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ചു പോന്നു. 52 കിലോമീറ്റർ ഉണ്ട്. 52 കിലോമീറ്ററാണ് പരിക്രമം. കൈലാസ് മാൻസറോവർ കൈലാസം പരിക്രമം 52 കിലോമീറ്ററാണ്. നമ്മള് പറഞ്ഞു ഒരുപാട് സമയമായി. എനിക്ക് വിശേഷങ്ങൾ പറഞ്ഞ് തീരില്ല. തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞാലും യാത്രയെ കുറിച്ച് പറഞ്ഞാലും, അതുകൊണ്ടാണ് നീട്ടം വന്നത്. ക്ഷമിക്കണം. ഈ പുതിയ കാലത്തെ പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത് അമ്മയ്ക്ക്? ഇപ്പോൾ എൻ്റെ ഭാര്യയൊക്കെ അമ്മയുടെ കട്ട ഫാനാണ്. അങ്ങനെ കുറെ ആരാധികമാരുണ്ട്. എന്റെ ഭാഗ്യം. എനിക്ക് 3 മക്കളേ ഉള്ളൂ വെച്ചാൽ എനിക്കിപ്പോ 1000കണക്കിന് മക്കൾ. അതൊരു എല്ലാവർക്കും ഗീതമ്മയാ. ഞാൻ ചില നേരത്ത് പുറത്തുനിന്നൊക്കെ വന്ന് വീട്ടിൽ കയറുമ്പോഴേ അവർ ഉള്ളിലിരുന്ന് വർത്താനം പറയുണ്ടാവും. ചെറിയ കുട്ടികളും അല്ലെങ്കിൽ വലിയ ആൾക്കാരെല്ലാവരും അവർക്കൊക്കെ ഒരു
അവരുടെ ഒരു വീട്ടുകാർ പോരെയോ അല്ലെങ്കിൽ ഒരു അറിയാത്ത ആളല്ല, നേരെ വരുന്നു ഗീതമ്മയാണ്, ഗീതമ്മ കെട്ടിപ്പിടിക്കണു, ഗീതമ്മ ചായ കൊടുക്കണു, ഗീതമ്മ നാരങ്ങളും കൊടുക്കണു, വർത്താനം പറയണു. പണ്ടും ഞാൻ ചെയ്യാറുണ്ട്, എല്ലാവരുമായിട്ട് എനിക്ക് സന്തോഷം തന്നെ. ഇപ്പൊ കുറേ മക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുക, അപ്പോൾ എല്ലാ മക്കൾക്കും നല്ലത് വരണേന്ന് മാത്രമായി പ്രാർത്ഥന. ഇവരുടെ പേരൊക്കെ എടുത്ത് പറയൽ നിർത്തി. എല്ലാ മക്കളെയും കൂടിയിട്ടാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. നമ്മളിപ്പോ പൂരപ്പറമ്പിൽ നടത്താൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. നമ്മൾ ആനക്കുട്ടിലിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇക്കുറി എനിക്ക് തോന്നുന്നു തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇല്ല അല്ലേ? ഇല്ല. തലേന്ന് നട തള്ളി തുറക്കുന്നത് ആ പൂര വിളംബരം ചെയ്യുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായാൽ പട്ടാളം വന്നാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കാരണം ശരിക്ക് രാമേന്ദ്രൻ നട തുറക്കണത് ഒരു തൃശ്ശൂർ പൂരത്തിന് തുല്യമായി. അത്ര അധികം ജനം വരിക. ശരിക്കും മോഹൻലാലും മമ്മൂട്ടി വന്നാൽ പോലും ഇത്ര തിരക്കുണ്ടാവില്ല. അത്ര അധികം ഫാൻസാ രാമേന്ദ്രന്. ഞാനേ ഒരിക്കൽ പൂരത്തിന് കുറെ കാലം വിലക്കുണ്ടായിരുന്നല്ലോ രാമേന്ദ്രൻ. ആ വിലക്ക് നീങ്ങി വീണ്ടും പൂരം എഴുന്നള്ളിപ്പിന് രാമേന്ദ്രൻ വരികയാണ്. അപ്പൊ ആ എൻട്രി റിപ്പോർട്ട് ചെയ്യാൻ ഞാനന്ന് ഇന്ത്യ വിഷനില്ല. അപ്പൊ തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിലേക്ക് അന്ന് ഞാൻ പോയി, തൃശ്ശൂർ റിപ്പോർട്ടറായിരുന്ന സമയത്ത്. അപ്പൊ അവിടുത്തെ കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാല്, രാവിലെ ആ ഗ്രാമത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് രാമേന്ദ്രൻ ഒന്ന് കണ്ട് തൊഴുത് പുറത്തൊക്കെ തട്ടി ആണ് പോണത്. സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നതും മൂപ്പരെ ഒന്ന് വന്ന് കണ്ട് വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞ് അവര് തമ്മിൽ എന്തോ സംസാരിക്കും. അത്രയും അടുപ്പമാണ് അവരുമായിട്ട്. അത് തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേക പ്രേമമാണ് ആനോട്. ഞാനൊക്കെ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ കിലുക്ക ആനയുടെ മണി കിലുക്കണ കേട്ട് അവിടെ ചങ്ങലയുടെ സൗണ്ട് കേട്ട അപ്പൊ നമ്മൾ ഓടി വന്ന് നോക്കും. നമ്മളെ കുറിച്ചൊരു ട്രോളുണ്ട് കുറെ കാലങ്ങളായിട്ടുള്ളതാണ്. ഈ ആനയുടെ പിണ്ടി മണത്തിട്ട് ഏത് ആനയാണെന്ന് പറയും. അതുപോലെ വേറെ ട്രോൾ കണ്ടിട്ടില്ലേ, പെറ്റ്സ് എഴുതിയിട്ട് വിച്ച് ഇസ് യുവർ പെറ്റ്. അപ്പൊ 3 കാറ്റ്, ഡോഗ്, ബേർഡ്, അതിന്റെ അടിയിൽ ഒരെണ്ണം പുതിയതുണ്ടാക്കി ആനയുടെ പടം വരച്ച് വെച്ചിരിക്കും ഒരു പയ്യൻ. അപ്പൊ എന്തായാലും രാമേന്ദ്രന് പകരം വെക്കാൻ വേറെ ആരുമില്ല. പക്ഷെ രാമേന്ദ്രനേക്കാൾ സുന്ദരനായ ഒരാളാണ് ശിവകുമാർ. എറണാകുളം ശിവകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. ആള് ഒരുപാട് കാലമായിട്ട് തൃശ്ശൂരുള്ളതാണ്. പക്ഷെ നമ്മൾ പറയില്ലേ, മറഞ്ഞു കിടക്കണ ഒരു സുന്ദരനാണ്. ഈ പ്രാവശ്യം ആള് സ്റ്റാറായി. ശരിക്ക് ശിവകുമാർ നമ്മൾ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാ. ആർക്കും വേണമെങ്കിൽ ഓടിച്ചെന്ന് എന്തും കൊടുക്കാം. ബാക്കി ആനകളുടെ പോലെ വലിയ പ്രശ്നക്കാരനല്ല, ഭയങ്കര സ്നേഹ. ലഡു ഒക്കെ കണ്ട അപ്പ സല്യൂട്ട് അടിക്കാള്. ചക്ക ഞാൻ ഒരുപാട് ചക്ക കൊണ്ടുപോകുന്നുള്ള ഒരു ആനയാ നമ്മുടെ ഇവിടെ കണ്ടാലും. ഈ ചക്ക നിങ്ങൾ കൊടുക്കുവോ ചോദിച്ചു വാങ്ങി. ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ചക്ക കണ്ടു കഴിഞ്ഞാലേ അവിടുന്ന് ചക്ക പൊട്ടിച്ചു കൊണ്ടുവരും. പുള്ളിക്ക് ഭയങ്കര ഇഷ്ട ചക്ക. നമ്മളെ ഇപ്പൊ ചിലവര് ആനകൾ കണ്ടിട്ടില്ലേ, നമ്മളെ പുറത്ത് വെച്ച് കണ്ട അവര് ചിലപ്പോൾ അറിയില്ല. ശിവകുമാറിന് ആൾക്കാരെ തിരിച്ചറിയും. അത്രയും ഒരു സെൻസുള്ള ഒരു ആനയാണ്. അപ്പൊ ശിവകുമാർ എന്തുകൊണ്ടും ഉത്തമനാണ് ഈ പ്രാവശ്യം നട തുറക്കാൻ. പിന്നെ നമ്മൾ പറയില്ലേ, ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ തുറന്നു വരട്ടെ, ബാക്കിയുള്ളവർക്ക് അവസരം വേണ്ടേ. ഇനിയുണ്ട് വേറെ കുറെ ആനകൾ തൃശ്ശൂര്, അവരും തുറക്കട്ടെ. അതെ. അപ്പൊ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തുറക്കുന്നതിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു അലങ്കാരവും വേറെ തന്നെ. പക്ഷെ ഈ പ്രാവശ്യം വന്ന ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ രാമേന്ദ്രനാ വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ജനം വരും. ഈ സാമൂഹിക ഈ പ്രോട്ടോകോള്, ഈ കോവിഡ് സിറ്റുവേഷൻസ് ഒക്കെ ഇല്ലാത്ത ഒരു പൂരത്തിന് ഇനി ആളെ ഇറക്കാം. എന്തായാലും പൂരം ഗംഭീരാവട്ടെ. അവസാനമായിട്ട് ഇനി അടുത്ത യാത്ര എപ്പോഴാണ്? ഈ കൊറോണ പ്രശ്നമാണ്, എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അങ്ങനെ നമ്മുടെ യാത്രകളൊന്നും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വാരണാസിയിലെ ഷിംല ഒരു യാത്രയായിട്ട് പോയുള്ളൂ. അല്ലെങ്കിൽ ഷിംല അല്ലെങ്കിൽ റോത്താങ് ഒന്നും പ്ലാൻഡ് അല്ല, ഒക്കെ അൺപ്ലാൻഡാ. അപ്പോൾ നാളെ ഇപ്പം എന്തെങ്കിലും പോകാൻ പറ്റാവുന്ന ഒരു സാഹചര്യം, ഈ കോവിഡ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു സാധനം വരികയാണ്, ഒരു കോള് കിട്ടുകയാണെങ്കിൽ അപ്പം വിടുക, അപ്പം റെഡി. അല്ലാണ്ട് അത് പ്ലാൻ ചെയ്ത് അടുത്ത മാസം 19-ാം തീയതി ഞാൻ അവിടെ എത്തും, അത് നടക്കൂല, അത് പൊളിയുള്ളൂ. അപ്പോൾ യാത്രകൾ ഇനിയും തുടരും. അതെ, പൊരിയോട് പൊരിയ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് വേണമെങ്കിൽ ശിവകുമാറിനെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഇതാണ് ആനപ്പറമ്പ്. അതിൻ്റെ അപ്പുറത്തുള്ള കൊക്കർണി മഠം. അവിടെയാണ് മേൽശാന്തിമാർ, ഇവിടുത്തെ പൂജ ചെയ്യുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഇവർക്ക് 4 മാസം പുറപ്പെടാ ശാന്തിമാരാ, പുറത്തു പോകാൻ പാടില്ല, ഉള്ളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മഠം. നമുക്ക് ശിവകുമാർ ഇപ്പുറത്ത് ആനപ്പറമ്പിലുള്ള പുള്ളി ഒന്ന് കയറി കാണാം. പുള്ളിയെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും കയ്യിൽ കൊണ്ടുപോകണം എന്നാ പറയാ.
നമുക്ക് അവിടുന്ന് എന്തെങ്കിലും കപ്പക്കായ അങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ഈ തൃശ്ശൂരിലുള്ളവർക്ക് തന്നെ പലർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും ഇപ്പൊ ശരത്ത് പറയുന്നത്. തൃശ്ശൂരിലുള്ളവർക്കറിയും. തൃശ്ശൂരിന് അല്ലല്ലല്ല അതിന് മുമ്പേ ഉണ്ട്. പിന്നെ പിന്നെ ശിവകുമാറൊക്കെ ഒരുപാട് കാലമായിട്ട് അത് ഈ അവർക്ക് ആ നേരത്ത് ഫുഡ് കൊണ്ടുവരാനും കൊണ്ടുവന്ന് തരാനൊന്നും ആൾക്കാരില്ലാത്തൊരു സാഹചര്യം വന്നേ. ആ നേരത്തെ അപ്പൊ നമ്മൾ കിട്ടുന്നോടന്ന് അത് ഇതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. ഇവിടെയുള്ള പട്ടികൾക്കും പ്രാവുകൾക്ക് വരെ ഡെയിലി ഒരു കിലോ അരി കൊണ്ടുവരും. ഞങ്ങള് അമ്പലത്തിന്റെ തെക്കേ ഗോപുരത്തിൽ അരി ഇട്ട് കൊടുക്കും. ഈ യാത്രകൾ ചെയ്യുന്നവർക്ക് പക്ഷിമൃഗാദികളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. എന്താണ് ശിവകുമാർ എന്നുള്ള എൻ്റെ ഒരു കറക്റ്റ് ആൻസർ തരും. കാരണം ശിവകുമാറിന് ഒരു കുട്ടിയുടെ പോലെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ആളാ. ഇതാണ് ഞാൻ പറഞ്ഞ ഹീറോ. ഇങ്ങനെയാണ് ശരിക്കുള്ള നടൻ. എങ്ങനെയുണ്ട്? എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധുവാണ്. അതായത് ഒരു ഉപദ്രവമില്ലാത്ത, അതായത് മറ്റുള്ള ആൾക്കാരോടായാലും പൊതുജനങ്ങളോടായാലും ചെറുപ്പം മുതലേ അമ്പലത്തിൽ വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആൾക്കാരായിട്ടുള്ള അടുപ്പം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പേടിക്കാതെ ചെന്ന് അല്ലേ, പേടിക്കാൻ അങ്ങനെയുള്ള ഉപദ്രവിക്കും ഇന്ന് വരെ. നാളെ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് വരെ ഇത്രയും കാലത്ത് ഇത്രയും അല്ലേ, 19 വയസ്സായി എനിക്ക്. ഇത്രയും കാലത്തിലിടയ്ക്ക് അങ്ങനെ ഒരാളെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അത് നീരുകാലത്തായാലും മറ്റുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ അങ്ങനെ ഉപദ്രവിക്കണതൊന്നും ഇല്ല. അങ്ങനെ ചെല്ലാൻ നമ്മൾ സമ്മതിക്കാറില്ല. എപ്പോഴും അവരുടെ അത് മാറുക എന്ന് പറയാം. അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ പാപ്പന്മാരോടായാലും അങ്ങനെ ഒരു പ്രത്യേക ശത്രുതയൊന്നും ഇല്ല. പൊതുവേ ശാന്തനാണല്ലോ. ശാന്തനാണ്. മറ്റുള്ള ആനകളെ വെച്ച് നോക്കുമ്പോൾ ശാന്തത തന്നെയാണ് ഈ സമയം. ആൾക്കാരോടായാലും എങ്ങനെയാലും ഭക്ഷണം കൊടുന്നു കൊടുക്കാനും ആളില്ലെങ്കിലും വാങ്ങി കഴിക്കാനൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. ഞങ്ങളുടെ അടുത്ത് വന്നു പോയവരാരും പിന്നെ സ്ഥിരം ശിവകുമാറിന്റെ ആൾക്കാരായിട്ട് മാറും. അതെ. എറണാകുളം അമ്പലത്തിന്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകണം. അത്ര ചെറുപ്പത്തിൽ അവിടെ വന്നിട്ടുള്ളതാണ്. അതാണ് അവിടെ ചെല്ലുമ്പോൾ അത് ആൾക്കാരായിട്ട് നല്ല ബന്ധം. അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞാൽ ഇതിന്റെ എത്ര വയസ്സായ ആൾക്കാർ വരുന്ന അറിയാം. ഇതിന്റെ ചെറുപ്പം മുതലേ കാണുന്നവർ അവർ വരും, അവർ തിന്നാൻ കൊടുക്കും. നമ്മളുണ്ടോന്ന് അവർ നോക്കില്ല. അങ്ങനെ പേടിക്കാതെ അത്രയും ഇടപഴകുകാരനെ പാപ്പന്മാരുടെ ആവശ്യമൊന്നും അവിടെ ചെന്നാലൊന്നും ഇല്ല. നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ശിവകുമാറിനെ വെച്ചാൽ നമുക്ക് അത്രയും വിശ്വാസവും ശരിക്ക് പറയും. എനിക്ക് സന്തോഷേട്ടൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സന്തോഷേട്ടൻ. പുള്ളി ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പുള്ളി പറഞ്ഞു തന്നിട്ടുള്ള ഇങ്ങേരെ വെച്ച് എന്ത് തുടങ്ങിയോ അത് ഹിറ്റാന്ന്. അത് ശരി, നമ്മുടെ എല്ലാം ഹിറ്റായി. അതെ ഇപ്പൊ എന്തിട്ടാലും ഹിറ്റാ. ഇങ്ങേരെ എന്റെ കുട്ടിയെ കൊണ്ടുനടക്കണ കോമഡി ആള് കൂടെ നടക്കണ ഭയങ്കര രസാ. അപ്പൊ കൊറേ സമയം എനിക്കൊപ്പം നടന്നു രണ്ടാളും. ഈ നടത്തം നിങ്ങൾക്കൊരു നടത്തല്ല. അപ്പൊ യാത്രകൾ തുടരട്ടെ. കൈ തരുന്നില്ല. നിങ്ങളുടെ പൂര നടത്തം കണ്ടിന്യൂ ചെയ്യട്ടെ. ഒരുപാട് പൂര വിശേഷങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ. അപ്പൊ ഈ കൊല്ലത്തെ ഹാപ്പി പൂരം ഗംഭീരാവട്ടെ. ശരി, താങ്ക് യു. അപ്പൊ അങ്ങനെ ജനൻ ടിവിയുടെ ഒപ്പം പൂര നടത്തം എന്നുള്ള പരിപാടിയായിരുന്നു. ജനൻ ടിവിക്ക് കുറേ വിശേഷം പറഞ്ഞു കൊടുത്തു. ഇനി നിങ്ങൾക്കും കുറച്ച് വിശേഷം പറഞ്ഞു തരണ്ടേ? നമ്മുടെ ചാനലിലല്ലേ ഇതൊക്കെ പറയണ്ട, അല്ലാണ്ട് അവരുടെ ചാനലല്ലാന്ന്. അപ്പോൾ ജനൻ ടിവിയുടെ ഒപ്പം പൂരത്തിനെ കുറിച്ചും യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ പ്രാവശ്യം തെക്കേ ഗോപുരനട തുറക്കുന്നത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ നിൽക്കണു മുതൽ നമ്മുടെ ശിവകുമാറാണ് ഈ പ്രാവശ്യം തെക്കേ ഗോപുരനട തുറക്കുന്നത്. അപ്പോൾ ശിവകുമാറിൻ്റെ കുറച്ച് എന്താ പറയുക, ശിവകുമാറിനെ ഒരു കുട്ടിയെ പോലെ താലോളിച്ച് കൊഞ്ചിച്ച് ഉമ്മ കൊടുത്ത് പാട്ടുപാടി കൊണ്ട് നടക്കുന്ന സുരേഷ് ഏട്ടൻ ഇവിടെ ഉണ്ട്. സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ചോദിക്കാം. പിന്നെ ഒരു ആനപ്രേമിയും കൂടി ഉണ്ട്. ആളുടെ അടുത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് എങ്ങനെ എന്ത് അല്ലെങ്കിൽ ശിവകുമാറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചറിയാം. കാരണം ആൾ ഈ പ്രാവശ്യത്തെ ഹീറോ ഇങ്ങനെയാണ്, നട തുറക്കുന്ന ആളാ. വരുമോ? ഇതാ ഞാൻ പറഞ്ഞ സുരേഷ് ഏട്ടൻ. പുള്ളിയാണ് ശിവകുമാറിനെ താലോളിച്ച് ഉമ്മ വെച്ച് പാട്ടുപാടി ഒക്കെ പറഞ്ഞ് നടക്കണ ആള്. അതെ സുരേഷ് ഏട്ടാ, എങ്ങനെ അല്ലെങ്കിൽ എന്ത് ശിവകുമാറിനെ കുറിച്ച് പറയണം? ഒരു കളി വിലാസം കൂടുതലുള്ള കുറച്ച് സാധുവാണ്. അങ്ങനെയുള്ള ഒരു കലാപത്തിനും ഇല്ല. ഭയങ്കര സന്തോഷം അല്ലേ, ഭയങ്കര സാധു. നട തുറക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സ്റ്റാറാണ് ഈ പ്രാവശ്യം. അതെ, പക്ഷെ ആ ഭഗവതിയെ കൊണ്ടുവരാൻ, നട തുറക്കൽ ഭഗവതിനെ കൊണ്ടുവരാൻ ആളിനൊരു നിയോഗം. അതെ ശരിക്കും അതൊരു ഭാഗ്യല്ലേ അല്ലേ? ഒരു ഇത്ര വലിയൊരു പരിപാടിയിൽ നമ്മുടെ ശിവകുമാർ വന്ന് അല്ലേ? അതെ ശരിക്ക് സുരേഷ് എത്ര കാലമായി ശിവകുമാറിന്റെ കൂടെ കൂടിയിട്ട്? 4 വർഷമായി. 4 വർഷമായി. അതിന്റെ മുന്നേ കുറച്ചു കാലം ഉണ്ടായിരുന്നു മുരളേട്ടന്റെ കൂടെ. ഓ
ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ചുമതലയായിട്ട് പക്ഷെ നിങ്ങളുടെ ഒരു ആത്മബന്ധം കാണുമ്പോഴേ ഒരു 400 വർഷത്തെ പഴക്കം ഫീൽ ചെയ്യണു. അതെന്താ? ചില നേരത്തെ ഞാൻ കാണാറുണ്ട്, മറ്റേ കുളിപ്പിക്കണൊക്കെ നേരത്തെ ഉമ്മ കൊടുക്കല് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കല്. ആ ഒരു ആത്മബന്ധം സാധാരണ ആനയോടൊപ്പം നടക്കുന്ന ആൾക്കാർക്ക് ഇല്ല. അപ്പം അതെങ്ങനെ വന്നു ഇത്ര ഒരു ക്ലോസ് ഒരു അറ്റാച്ച്മെന്റ്? അത് ഇതിനോട് കൂടുതൽ ഇടപഴകിയിട്ട് അതിങ്ങനെ നിൽക്കുക ഇതിൻ്റെ അടുത്ത് നല്ലത്. അല്ലാതെ ഈ പറഞ്ഞ എന്ത് ചെയ്യുക, ആരെങ്കിലും ഒരാൾ ദ്രോഹിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ? എൻ്റെ ഒരു കാഴ്ചയിൽ ഒരു പ്രാവശ്യം പോലും അടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല സുരേഷേട്ടൻ. ഇടയ്ക്കൊക്കെ മേടിക്കുക. ഇടയ്ക്ക് ആരില്ലാത്ത പറഞ്ഞു കൊടുക്കുന്നല്ലേ? പക്ഷെ അങ്ങനെ ഒരു അനുസരണക്കേടില്ല അല്ലേ? വലിയ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ കുറേ നേരം നിൽക്കുമ്പോഴേ ആൾക്ക് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ കളിക്കാൻ നിൽക്കുമ്പോൾ ആളും കളിക്കാൻ നിൽക്കും. ഓ ഓ ഓ ഓ കളി കൂടിയിട്ടുള്ളൊരു കുഴപ്പം. അതെ. അപ്പോൾ ശിവകുമാറിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭംഗി നമുക്ക് എങ്ങനെ ഒപ്പിയെടുത്താലും കിട്ടില്ല. നമ്മുടെ സംഗീതം ഭയങ്കര ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ആളുടെ നേരിട്ട് കാണുമ്പോൾ ഒരു ബ്യൂട്ടി, ഭയങ്കര ബ്യൂട്ടിയാണ് ശരിക്കും. ആ ഒരു വിരിവും ഉയർന്ന തലയും ആ ഒരു തലയെടുപ്പും വിരിഞ്ഞ് നിൽക്കുന്നൊരു മുഖമുള്ള ഒരാളാണ് ശരി. സന്തോഷേട്ടോടൊക്കെ ഉണ്ട്. സന്തോഷേട്ടൻ ചള്ളയിലും മറ്റേ മിണ്ടാണ്ട സൈഡിൽ ഇങ്ങനെ നിൽക്കുക. കാരണം എന്താ പറയണ്ടേ എന്നൊക്കെ ആലോചിക്കുക ആളെ എങ്ങനെ ശിവകുമാറിനെ ഭംഗിയാക്കണം എന്നുള്ളതാണ് പുള്ളി ആലോചിക്കുന്നത്. സന്തോഷേട്ടൻ ഇവിടെ വന്നൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വായോ അങ്ങോട്ട്. നിങ്ങൾ എന്നിട്ട് മൂലയിൽ നിൽക്കണേ വാ. ശിവ ഇങ്ങേരോടുള്ള ഒരു ആരാധന എനിക്ക് തോന്നിയത് ലോക്ക്ഡൗൺ സമയത്താണ് ശരിക്കും. കാരണം പുള്ളി ആ ലോക്ക്ഡൗൺ സമയത്ത് തീറ്റ വരാണ്ടായപ്പോഴും ഇവിടുത്തെ പല കാര്യങ്ങൾക്കും ആൾക്കാരില്ലാണ്ടായപ്പോഴൊക്കെ വെള്ളം വന്നു കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഞാൻ പല പറമ്പിലൊക്കെ പോയിട്ട് ചക്ക പൊട്ടിച്ച് കൊണ്ടുവന്ന് കൊടുക്കാനൊക്കെ പുള്ളി എൻ്റെ അടുത്ത് പറയാറ്. അപ്പോൾ ആളുടെ ആ ഒരു ആനപ്രേമം എന്ന് പറയുന്നത് ഞാൻ ഇതിനും വലിയ പ്രേമികളുണ്ടാവും എനിക്കറിയില്ലായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു യഥാർത്ഥ ആനപ്രേമി ആനസ്നേഹി അതൊക്കെ ഇങ്ങനെയാ ചേട്ടാൻ. ആ ഇവരുടെ ആ ബാച്ച് മൊത്തം കെടുക എല്ലാവരും ഇങ്ങനെയാ. അപ്പോൾ ഒന്ന് ശിവകുമാറിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ എന്ത് പറയാം, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഞാനേ കുറേ ആനകളായിട്ട് നമ്മൾ ആദ്യം മുതൽ ആനകളൊക്കെ ആയിട്ട് കിടന്ന് നടക്കണല്ലേ, അമ്പലത്തിലൊക്കെ വന്ന് ആനകളെ കണ്ടുപരിച്ചും അതൊക്കെ ആയിട്ട് ആ ഒരു ഇതിനോട് ചേർന്ന് നടന്നു തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും നമ്മളെത്ര എന്തൊക്കെ തിന്നാൻ കൊടുത്താലും അവർക്ക് അവരേതൊരു സ്വഭാവം ഉണ്ടാവും. ആനകളെ ഇപ്പോൾ ആനക്കാരെന്നെ അവരെ എങ്ങനെ കൊണ്ടു നടന്നാലും ആ ഒരു സമയം നമുക്ക് പറയാൻ പറ്റില്ല. അത് വെച്ചാൽ അതിൻ്റെ രീതിയിൽ അത് കാണിച്ചിരിക്കും. പക്ഷെ എന്ന് വെച്ച് ശിവനാനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എത്ര ഒലിവിലായാലും എന്ത് പ്രശ്നമാണ് നല്ല നീരുകാലത്ത് പോലും അതായത് പുറമെന്നുള്ളവരെ ആന അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു ആനയാണ്. അതായത് എല്ലാവർക്കും വാരി കയറി വന്ന് തോന്നിയോണം ചെയ്തു പോകാന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ കയറി പിടിക്കണ്ട, അതായത് കയറി പിടിക്കാനുള്ളതൊന്നും പിടിക്കരുത് ഞാൻ പറയണത് മാത്രമല്ല. അപ്പോൾ ആനയെ സംബന്ധിച്ച് ഇപ്പോൾ നീരുകാലത്തൊക്കെ നമുക്ക് അത്ര ഇതായിട്ട് കയറി ചെന്ന് എന്ത് വായിൽ വെച്ച് കൊടുക്കുക ഭക്ഷണം. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇവർക്ക് വരാൻ പറ്റാത്ത സമയത്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഇപ്പോൾ വെള്ളം കൊടുക്കുക, ഒരു നേരം വെള്ളം കൊടുക്കുക, ഒരു 4 കാലിക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സുഖം. അപ്പോൾ അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ ഭഗവാൻ വടക്കുന്നാഥനായിട്ട് ഉണ്ടാക്കിയെന്ന ഭാഗ്യമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ഫുള്ള് ഞാൻ ഈ പറമ്പിൽ തന്നെയായിരുന്നു. ശിവനാനെ മാത്രമല്ല മറ്റുള്ള ആനകളായാലും ദിവസത്തിൻ്റെ എല്ലാത്തിൻ്റെ കാര്യങ്ങളിലും നമ്മൾ വെള്ളം കൊടുക്കാനും പട്ട കൊടുക്കാനും സാധാരണ സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിന്നാൻ കൊടുക്കുന്ന നീ എപ്പോഴും 4 കാലികൾക്കാന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും അതിലെ ഏറ്റവും ഉത്തമമാണ് ശിവനാന. നമ്മൾ ഒരു വട്ടം ഒരു മിഠായി ഒരു ലഡ്ഡു എന്തായിക്കോട്ടെ ഒരു മിഠായി കൊടുന്നു കൊടുത്ത് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരണത് ആനയ്ക്കറിയാം. ആന അതിനുള്ള ഒരുക്കത്തിൽ ആന നിൽക്കും. അതിപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. ഇപ്പം ഞാൻ ഡെയിലി കാലത്തൂടെ വരും, ഭഗവാന്റെ നെരിച്ചോറ് കൊണ്ടുവരും, ഒരു ഉരുള കൊടുക്കും. അത് ആൾക്കറിയാം. ഞാൻ വരുമ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടാവും എന്നറിയാം. പിന്നെ നമ്മൾ വലിയ ആനപ്രേമം പറഞ്ഞ് നടക്കാനൊന്നും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര വലിയ ആനപ്രേമിയൊന്നും ഇല്ല. ഇതൊരു ആനപ്രേമല്ല, നമുക്ക് ഇവനോട് തോന്നുന്ന ഭയഭക്തി ബഹുമാനം, അത്രേ ഉള്ളൂ. ഭയഭക്തി ബഹുമാനം അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ ശിവനാന എന്ന് പറയുമ്പോൾ എറണാകുളത്തപ്പൻ്റെ മുതൽ ഗുരുവായൂരപ്പൻ മോഹിച്ചും എറണാകുളത്തപ്പൻ തട്ടിയെടുത്ത മുതലാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു നിധിയാണ് ആ നിധി, അതായത് ദൈവികത തുളുമ്പി നിൽക്കുന്ന ഒരു ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാ. എന്താ വെച്ചാൽ രണ്ടുപേരും മത്സരാർന്ന, ഗുരുവായൂരപ്പനും മോഹിച്ചു എറണാകുളത്തപ്പനും മോഹിച്ചു, കിട്ടിയത് എറണാകുളത്തപ്പന്. വന്ന് നിക്കണതാ അപ്പോ എല്ലാം കൊണ്ടും ഭയങ്കര കാവലായിട്ട് എപ്പോഴും ആളുണ്ട്. പിന്നെ ഫുള്ള് സംരക്ഷണ ആൾക്ക്. അപ്പോ എനിക്ക് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് ഇതിന്റെ.
അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെച്ചാൽ എല്ലാവരുടെ അടുത്തും ഏത് ആൾക്കാരുടെ അടുത്തായാലും അവൻ അവൻ്റെതായ സ്നേഹം കാണിക്കും. ഇന്നേ വരെ ആനക്കാരായാലും ശരി ഇവനൊരു ഇത് പഠിക്കാൻ പെടുന്നു ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പിന്നെ ചെറിയൊരു കുട്ടിപ്പേടിയുണ്ട്. അത് അതൊക്കെ ചെറിയൊരു കുട്ടിപ്പേടിയുണ്ട്. ചിലപ്പോ നമ്മൾ വിചാരിക്കേണ്ട നേരത്തെ ഒന്ന് കിട്ടിയില്ലേ. അപ്പൊ അതാണ് ശിവകുമാർ. ശരിക്കും സന്തോഷേട്ടൻ്റെ മറ്റേ സുരേഷേട്ടൻ്റെ അടുത്തൊരു കാര്യം കൂടി ചോദിക്കാനുള്ളതെന്ന് പറയും. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാലമായി ഒലിവ് കാലം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആ കാലഘട്ടത്തിലെ അവരുടെ കാര്യങ്ങൾ, അതൊന്ന് പറഞ്ഞുതരൂ സുരേഷേട്ടാ. എന്താണ് ഒലിവ്, അല്ലെങ്കിൽ ആ ഒരു ആനയുടെ ആ ഒരു സിസ്റ്റം എന്താ, അല്ലെങ്കിൽ ആ നേരത്തെ എന്താ ആനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒലിവ് കാലത്ത് ഇതിൻ്റെ ഉപബോധ മനസ്സാണ്. അതായത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കന്നഗ്രന്ഥികൾ, ഇവിടെ രണ്ട് കട്ടകളാണ് കന്നത്തിൻ്റെ. അതിലിങ്ങനെ ഈ ഒരു കന്നഗ്രന്ഥികളിൽ ഒരു കട്ട പോലെ രൂപപ്പെട്ടിട്ട് അത് ഉരുകി ഒലിച്ച് ഇതാവുന്നതാണ്. അത് ശരിക്കും ഈ കന്നം, കണ്ണ്, അതുപോലെ ഈ രോമക്കുത്ത്, അങ്ങനെ മൊത്തം ഭാഗങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന പറയുന്നത്. ആ സമയത്ത് ആനകൾ ശരിക്കും ബോധ മനസ്സിൽ അവരാ കാട്ടാനയായിട്ട് മാറും. അതിപ്പോ ഇനിയിപ്പോ കാട്ടിലാണ് പലരും പറയേണ്ടത് ആനകൾ ഇണ ചേരാത്തോണ്ടാണ്. അതും ഇതായിട്ടൊന്നും യാതൊരു ബന്ധവും കാണാനില്ല. കാട്ടിൽ പറ്റി ഞങ്ങൾ ഒറ്റയ്ക്ക് അകന്ന് പോവുക ചെയ്യും. ഈ മതത്തിന്റെ ഈ ഒലിവില് വരുന്ന മതജലം ഒരു ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് മരങ്ങളിലൊക്കെ തേച്ച് ഇതാക്കുന്ന സമയങ്ങളിൽ മറ്റുള്ള ആനകൾ ആ മണം കേട്ട ഭാഗങ്ങളിലൂടെ വരാതെ അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ യാമക്കാവ് വിഷ്ണുവാനെ ഞാൻ ഉണ്ടായിരുന്നു. അത് അന്തമാൻ ദ്വീപിൽ ഇവിടേക്ക് വാങ്ങണതിൻ്റെ മുമ്പേ ഈ മതപ്പാട് സമയത്ത് ഒരു പിടിയാനേനെ കുത്തിയിട്ട് കൊമ്പത്ത് നിന്നിട്ട് ആ പിടിയാനെ വെറുങ്ങടിച്ചിരുന്നു. എന്നിട്ടും ഊരി പോരാതെ അത്ര വാശിയിലാണ് നിന്നിരുന്നു. അപ്പൊ അതുമല്ല, അതുപോലെ ആഫ്രിക്കൻ ആനകളിൽ കണ്ടില്ലേ, ആണിനും പെണ്ണിനും മതപ്പാടുണ്ട്. ഇതിന്റെ മതം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഇതിൽ പറയേണ്ടത് എന്താ വെച്ചാൽ ഈ ആനകളെ യുദ്ധത്തിന്റെ സമയത്ത് ഓടിപ്പോന്ന് കണ്ടിട്ട് ബ്രഹ്മാവ് കൊടുത്തൊരു വരാതെ. അപ്പൊ എന്താ വെച്ചാൽ ഒന്നുമില്ല, ആകെ അക്രമാസക്തായില്ലേ, അതെല്ലാം ആക്രമിക്കാനുള്ള ഒരു വാസന കൂടി ആയിട്ട് അങ്ങനെയൊന്നും പറയണ്ടേ. പക്ഷെ എന്തായാലും ഇത് ആ സമയങ്ങളിലാണ് വയലന്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര സാധുവാനിയായാലും ഒലിവ് സമയത്ത് ഇവര് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അറ്റാക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പഴയ കാലത്ത് രാത്രി ഇവിടെ ഒലിവിൽ കൊണ്ടുവരുന്ന ആനകളൊക്കെ ഉണ്ടായിരുന്നു. രാജേന്ദ്രൻ ആനയെ പോലുള്ള മനുഷ്യരെയൊക്കെ ആനകളൊന്നും ശല്യമില്ല. പക്ഷെ എന്നാലും ആ സമയത്ത് ഇപ്പൊ വിശ്വസിക്കണ അത്രയും കൂടി പറ്റില്ല. അപകടമുള്ള ഒരു സമയം തന്നെയാണ്. ഒലിച്ചു പോവാതെ ഇരുന്നാൽ ആ സീസൺ മുഴുവൻ പ്രശ്നം തന്നെയാണ്. എപ്പോഴും ഒലിക്കണ ആനകൾക്ക് ആ സമയത്ത് ഒലിച്ചു പോകണം. അതാണ് ഒലിവ് കാലം. അപ്പോൾ ആ കാലത്ത് ആനയ്ക്ക് വേണ്ട ചികിത്സകളും സൗകര്യങ്ങളും എല്ലാം ഇവിടെ നന്നായി ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടാന പരിപാലനം ഒക്കെ നന്നായി നടക്കുന്ന ഒരു സ്ഥലമാണ് ഓൾ കേരള അല്ലേ. അല്ലാണ്ട് തൃശ്ശൂർ മാത്രം അതിൽ പറയാനില്ല, ഓൾ കേരള. അപ്പൊ ചിലയിലുണ്ടാവും മനുഷ്യരിലെല്ലാം നല്ലവരല്ലല്ലോ, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെ വളർത്തിക്കൂടാന്ന് മാത്രം. അതെ അതെ അതെ, അതിനങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സംഭവമല്ല. പിന്നെ ഈ തലപ്പൊക്കൊക്കെ നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇങ്ങളെ ഇങ്ങനെ നിക്കണ ഒരു ഭംഗിയൊന്നും ഈ വായും തുറന്ന് മുകളിലേക്ക് നോക്കിയിട്ടും കുത്തിപ്പൊക്കിയിട്ടൊന്നും കാര്യമില്ല. ആ കാര്യത്തിലൊക്കെ ശിവനാണ് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആൾക്ക് ആളുടെ ഒരു സ്റ്റാൻഡ്. നിങ്ങൾ എന്ത് തലകുത്തി പറഞ്ഞു വേണമെങ്കിൽ നിൽക്കും, വേണ്ടെങ്കിൽ വേണ്ട. അല്ല, അത്രേ ഉള്ളൂ. ആള് സംബന്ധിച്ചാൽ ആരും ഗുസ്തി പിടിക്കാറുമില്ല, ഗുസ്തി പിടിപ്പിച്ച് നിർത്താറുമില്ല ആരും. ഇതന്നല്ലേ ഭംഗി, ഇതിനു മുകളിൽ എന്താ വേണ്ടേ? അപ്പോൾ അങ്ങനെയാണ് ശിവകുമാറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ പ്രാവശ്യം തെക്കേ ഗോപുരനട തുറന്നിറങ്ങുന്നത് ശിവകുമാറാണ്. ആ ഒരു ഭംഗി എന്താണെന്ന് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആ ഭംഗി നമുക്ക് ഈ പ്രാവശ്യം കാണാം.